ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചോലക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ഇനി ബട്ടൂര കൂടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. ഇനി നമ്മൾ ബട്ടൂരയ്ക്ക് ആവശ്യമായ മാവ് തയ്യാറാക്കുകയാണ്. ആദ്യമേ തന്നെ മൈദയാണ് എടുക്കേണ്ടത്. 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു കപ്പിനകത്ത് മെഷർ ചെയ്ത് വേണം മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 കപ്പ് മൈദ എടുക്കുക. 2 കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml വരും. അത് എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു ടേബിൾ സ്പൂണാണ്. 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കണം. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സോഡാപ്പൊടിയാണ്. ഇതൊരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയാണ്. സോഡാപ്പൊടി ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂണാണ്. 1/4 ടേബിൾ സ്പൂൺ സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഉപ്പാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ്. ഇതൊരു 1/4 കപ്പ് തൈര് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് എണ്ണ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണ്ടവർ ചേർത്താൽ. അത് ഓൾറെഡി നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് പുളിച്ച് പൊങ്ങാനായിട്ടാണ് കുറച്ച് ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ ചപ്പാത്തിക്ക് മാവ് ഒഴിക്കില്ല അതേപോലെ കുഴച്ചെടുക്കണം. ഇനി കുറച്ച് വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചായി വെള്ളം ചേർത്താണ് കുഴച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ തന്നെ അധികം വെള്ളം ചേർത്ത് കൊടുത്താൽ ഇത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. നമ്മളെടുത്ത മാവ് ഫുള്ളായിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തു. ഇങ്ങനെ ഇരിക്കണം കുഴച്ച് കഴിയുമ്പോൾ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് എണ്ണ കൂടി തടവിയാണ് വെക്കേണ്ടത്. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ കയ്യിലെടുത്തിട്ട് ഇതിൻ്റെ പുറത്തേക്കൊന്ന് തടവി കൊടുക്കാം. അതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തടവിയിട്ട് ഇനി ഈ പാത്രം എങ്ങനെയാണ് അടച്ച് വെക്കേണ്ടതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. ഇനി ഈ പാത്രം മൂടി വെക്കാനായിട്ട് ഞാൻ ഒരു തുണി നനച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഇതേപോലെ ഇങ്ങനെ അടച്ച് മൂടി വെക്കാം. ഇനി ഈ പാത്രം ഇങ്ങനെ കവർ ചെയ്തത് ഒരു രാത്രി ഫുള്ള് വെക്കുന്നുണ്ട്. രാവിലെയാണ് പട്ടൂര എടുത്ത് നോക്കുന്നത്. ഇങ്ങനെ മൂടി തന്നെ ഇരിക്കട്ടെ. ഇനി പട്ടൂരയുടെ മാവ് നമ്മൾ ഇന്നലെ കെട്ടി വെച്ചത് എന്തായെന്ന് നോക്കാം. അപ്പോൾ രാവിലെ ആയപ്പോൾ നല്ലതുപോലെ മാവ് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇതിനെ ഒന്നുകൂടെ സോഫ്റ്റാക്കി കൈ കൊണ്ട് തന്നെ ഒന്ന് സോഫ്റ്റാക്കിയ ശേഷം ചെറിയ ഉരുളകളാക്കി പരത്തിയെടുക്കാവുന്നതാണ്. പരത്തി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പട്ടൂര തയ്യാറാക്കി എടുക്കാം. മാവ് ഞാനിപ്പോൾ കൈ വെച്ചൊന്ന് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ഉണ്ടകളാക്കി എടുത്ത് പരത്തി കൊടുക്കാം. ഇതാ പട്ടൂരയിലേക്ക് വേണ്ടുന്ന മാവ്, പുളിച്ച മാവിനെ നമ്മളൊന്ന് സോഫ്റ്റാക്കി എടുത്തില്ല. അതിനെ ഇതേപോലെ ചെറിയ ഉരുളകളാക്കി വെച്ചാൽ നമുക്ക് നല്ല എളുപ്പമുണ്ട് പരത്തിയെടുക്കാൻ. ആദ്യം തന്നെ ഞാൻ ചെറിയ ഉരുളകളാക്കി എടുത്ത് വെച്ചു. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ കൂടി തടവിയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുത്ത് എണ്ണയിലേക്ക് ഇടാം. നമ്മൾ ആദ്യം ഉണ്ട ഉരുട്ടി വെച്ച മാവിനെ ഇതേപോലെ വളരെ നൈസായിട്ട് പരത്തിയെടുക്കണം. എങ്കിലും നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ലതുപോലെ പൊങ്ങി വരികയുള്ളൂ. ഇതായപ്പോൾ നമ്മൾ പരത്തി വെച്ച മാവിൽ അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് 2 സൈഡും പൊള്ളിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് ചോലക്കറി കൂട്ടി ബട്ടൂര നല്ല ടേസ്റ്റായിട്ട് കഴിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.